നമസ്കാരം, ഞാൻ റജന ഇസ്മായിൽ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ആക്രമണത്തെ ബഹ്റൈൻ അപലപിച്ചു. ഇറാനെതിരായ ഇസ്രായേൽ ആക്രമണത്തെ ശക്തമായി അപലപിച്ച് ബഹ്റൈൻ. പ്രാദേശിക സുരക്ഷയ്ക്കും സ്ഥിരതയ്ക്കും ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇസ്രായേലിന്റെ നടപടിയെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. അന്താരാഷ്ട്ര സമാധാനത്തിന് ഭീഷണിയാവുന്ന തരത്തിലുള്ള പ്രത്യാഘാതങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ സൈനിക ആക്രമണം ഉടൻ അവസാനിപ്പിക്കണമെന്നും മന്ത്രാലയം ആവശ്യപ്പെട്ടു. ചർച്ചകളിലൂടെയും നയതന്ത്ര മാർഗങ്ങളിലൂടെയും പ്രതിസന്ധി പരിഹരിക്കണമെന്ന നിലപാടിലാണ് ബഹ്റൈൻ. ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള US ഇറാൻ ചർച്ചകൾ തുടരേണ്ടതിന്റെ ആവശ്യകതയും മേഖലയിലെ എല്ലാ ജനങ്ങളുടെയും പ്രയോജനത്തിനായി ഈ പ്രാദേശിക സംഘർഷം അവസാനിപ്പിക്കേണ്ടതിന്റെ പ്രാധാന്യവും മന്ത്രാലയം വ്യക്തമാക്കി. പെരുന്നാൾ അവധി, ബഹ്റൈൻ ടൂറിസം രംഗം വൻ കുതിപ്പിൽ. പെരുന്നാൾ അവധിക്കാലത്ത് ബഹ്റൈനിൽ ടൂറിസം രംഗത്ത് വൻ കുതിപ്പ്. GCC രാജ്യങ്ങളിൽ നിന്നുള്ള സന്ദർശകരുടെയും ഹോട്ടൽ താമസക്കാരുടെയും എണ്ണത്തിൽ വലിയ വർധനവുണ്ടായതായി ടൂറിസം മന്ത്രി ഫാത്തിമ ബിൻ ജാഫർ അഷ്റഫി പറഞ്ഞു. സ്വകാര്യ മേഖലയുമായുള്ള ഗവൺമെന്റിന്റെ മികച്ച സഹകരണമാണ് ടൂറിസം രംഗത്ത് കുതിപ്പിന് കാരണമെന്ന് അവർ പ്രസ്താവനയിൽ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വിനോദസഞ്ചാരികൾ ഇത്തവണ ഈദ് അവധിക്കാലത്ത് ബഹ്റൈൻ സന്ദർശിച്ചു. ഹോട്ടൽ ബുക്കിംഗുകളിലെ കുതിച്ചുചാട്ടം ഇതിന് തെളിവാണ്. സൗദിയിൽ നിന്ന് മാത്രം 11,63,552 സന്ദർശകരാണ് ബഹ്റൈനിൽ എത്തിയത്. 1,31,055 പേർ മറ്റ് GCC രാജ്യങ്ങളിൽ നിന്നും എത്തി. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ്, കൊള്ള മുതൽ പങ്കുവയ്ക്കുന്നതിലെ തർക്കം. OICC 10 മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് പൊതു തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കോടിക്കണക്കിന് പണം മുടക്കി ഒരു ഉപതെരഞ്ഞെടുപ്പിന് സാഹചര്യമുണ്ടാക്കിയത് സംസ്ഥാനത്തെ കട്ടുമുടിക്കുന്ന ഇടതുപക്ഷ മുന്നണിയിലെ കൊള്ളപ്പണം വീതം വയ്ക്കുന്നതിലെ തർക്കം മൂലമാണ് എന്ന് OICC മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്ത നേതാക്കൾ അഭിപ്രായപ്പെട്ടു. 10 വർഷക്കാലം മാതൃകാ പിതാവ് മകൻ ബന്ധം കാത്തുപാലിച്ചിരുന്ന മുഖ്യമന്ത്രിയും അൻവറും തമ്മിലുള്ള കലഹത്തിന്റെ യഥാർത്ഥ കാരണം അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. മലപ്പുറം ജില്ലയിലെ എല്ലാ കാലവും അപമാനിക്കാനാണ് CPM ശ്രമിച്ചിട്ടുള്ളത്. അത് വിദ്യാഭ്യാസ മേഖലയിൽ ഉള്ള വിജയമാണെങ്കിലും അധ്വാനിച്ച് പണം സമ്പാദിച്ച് മാന്യമായ ജീവിതം നയിച്ചാലും എന്നുവേണ്ട, മലപ്പുറം ജില്ലയിലെ വിവിധ ജാതിയിലും മതത്തിലും പെട്ട ആളുകൾ സൗഹാർദ്ദപൂർവ്വം ജീവിച്ചാലും അതിനെ ഒക്കെ വിമർശിക്കാൻ മാത്രമേ CPM ശ്രമിക്കാറുള്ളൂ. ഇന്ന് കാണുന്ന നിലമ്പൂരിന്റെ വികസനം മുഴുവൻ നടന്നത് ആര്യാടൻ മുഹമ്മദ് നിലമ്പൂരിന്റെ ജനപ്രതിനിധി ആയിരുന്ന കാലത്താണ്. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റിന്റെ കാലത്ത് എന്ത് പറഞ്ഞാലും കിഫ്ബി എന്ന് പറഞ്ഞിരുന്ന ഇടതുപക്ഷം ഇപ്പോൾ കിഫ്ബി എന്ന വാക്ക് പറയാറില്ല. ആര്യാടൻ മുഹമ്മദിന്റെ കാലത്ത് നിലമ്പൂരിൽ അനുവദിച്ച ഗവൺമെന്റ് കോളേജിന് അതിനുശേഷം അധികാരത്തിൽ വന്ന ഇടതുപക്ഷം ആ കോളേജിന് സ്വന്തമായി ഒരു ടോയ്ലറ്റ് പോലും നിർമ്മിച്ചിട്ടില്ല. റബ്ബർ വിലക്കുറവ് മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കർഷകരും വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്ന സാധാരണക്കാരുടെ കുടുംബങ്ങളും സർക്കാരിനെതിരെ നിരന്തരം സമരത്തിൽ ഏർപ്പെടുന്ന ആശാമാരും അംഗൻവാടി ജീവനക്കാരും അടക്കം സംസ്ഥാനത്തെ സർവ്വജനങ്ങളും ഇടതുപക്ഷ ഗവൺമെന്റിനെതിരെ വിധി എഴുതാൻ തയ്യാറായി ഇരിക്കുകയാണ്. അതിന്റെ ആദ്യ ഫലക സൂചിക ആയിരിക്കും നിലമ്പൂരിൽ എന്നും കൺവെൻഷനിൽ പങ്കെടുത്ത നേതാക്കൾ അഭിപ്രായപ്പെട്ടു. OICC മലപ്പുറം ജില്ലാ പ്രസിഡന്റ് റംഷാദ് അയലക്കാട് അധ്യക്ഷത വഹിച്ച കൺവെൻഷൻ OICC ഗ്ലോബൽ കമ്മിറ്റി അംഗം ബിനു കുന്നന്താനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് പടിക്കൽ സ്വാഗതവും ട്രഷറർ ബഷീർ തറയിൽ നന്ദിയും പറഞ്ഞു. OICC ആക്ടിംഗ് പ്രസിഡന്റ് ജവാദ് വക്കം, ജനറൽ സെക്രട്ടറിമാരായ മനു മാത്യു, സയ്യിദ് MS, പ്രദീപ് മേപ്പയൂർ, വൈസ് പ്രസിഡന്റുമാരായ ഗിരീഷ് കാളിയത്ത്, അഡ്വക്കേറ്റ് ഷാജി സാമുവൽ, സിൻസൺ ഷാക്കോ പുലിക്കൂട്ടിൽ, IYCC ഇന്റർനാഷണൽ ചെയർമാൻ നിസാർ കുന്നംകുളത്തിങ്കൽ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു. ജില്ലാ ഭാരവാഹികളായ ഷാനവാസ് പരപ്പൻ, മണികണ്ഠൻ, അബൂബക്കർ, സ്വരാജ്, അബ്ദുൽ കരീം, നസീബ കരീം, സബ, രഞ്ജിത്ത്, രാജേഷ് വർഗീസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin
from pathogens, cold, and ultraviolet rays. Sebamed protects your skin. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. ബഹ്റൈൻ കണ്ണൂർ സിറ്റി കൂട്ടായ്മ ഈദ് സംഗമവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. ബഹ്റൈൻ കണ്ണൂർ സിറ്റി കൂട്ടായ്മ ഈദ് സംഗമവും ബഹ്റൈനിലെ ഈ വർഷത്തെ +2 SSLC ക്ലാസുകളിലെ പരീക്ഷാ വിജയികൾക്കുള്ള അവാർഡ് ദാനവും നടത്തി. മനാമ KCT ബിസിനസ് സെന്ററിൽ വെച്ച് നടന്ന പരിപാടിയിൽ ഗുജറാത്തിലെ അഹമ്മദാബാദിൽ ഉണ്ടായ വിമാന അപകടത്തിൽ ജീവൻ പൊലിഞ്ഞവർക്കുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് തുടങ്ങിയ ചടങ്ങിൽ മുഖ്യാതിഥിയായ ബഹ്റൈൻ പാർലമെന്റ് സെക്കൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഹമദ് അബ്ദുൽ വാഹിദ് കറാത്ത സംഗമം ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയും ബഹ്റൈനും തമ്മിലുള്ള ഊഷ്മളമായ നയതന്ത്ര ബന്ധങ്ങളെക്കുറിച്ചും ഇന്ത്യയിൽ തന്റെ പഠനകാലത്തെ ഓർമ്മകളും പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം സംസാരിച്ചു. അംഗങ്ങളുടെ മക്കളിൽ 2024-25 വർഷത്തെ 10-12 പരീക്ഷയിൽ വിജയികൾക്കുള്ള മെമന്റോ അഹമ്മദ് കറാത്ത നൽകി. മുഖ്യാതിഥികൾക്കുള്ള സ്നേഹോപഹാരം പരിപാടിയുടെ കോർഡിനേറ്റർ നൂർ മുഹമ്മദ്, നജീബ് കടലായി, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ചേർന്ന് കൈമാറി. മുഹമ്മദ് റയീസ് ME സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. നജീബ് കടലായി, ഫസൽ ബഹ്റൈൻ, നൂർ മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. നൌഷാദ് കണ്ടിക്കൽ നന്ദി പറഞ്ഞു. കൂട്ടായ്മയിലെ അംഗങ്ങളുടെ കലാപ്രകടനങ്ങളും പരിപാടിക്ക് മാറ്റുകൂട്ടി. മഹൽ അസോസിയേഷൻ ഓഫ് തൃശൂർ മാറ്റ് ബഹ്റൈൻ ബലിപെരുന്നാൾ 2ാം ദിനം സഗയ ബഹ്റൈൻ മീഡിയ സിറ്റി ഹാളിൽ സംഘടിപ്പിച്ച ഈദ് സംഗമം കലാപരിപാടികൾ കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. റിപ്പോർട്ടിലേക്ക്. മാറ്റ് ബഹ്റൈൻ ബലിപ്പെരുന്നാൾ 2ാം ദിനം സഗയ ബഹ്റൈൻ മീഡിയ സിറ്റിയിൽ സംഘടിപ്പിച്ച ഈദ് സംഗമം കലാപരിപാടികൾ കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. മാറ്റ് ബഹ്റൈൻ പ്രസിഡന്റ് ഗഫൂർ കൈപ്പമംഗലത്തിന്റെ അധ്യക്ഷതയിൽ ഔപചാരിക ഉദ്ഘാടനം രക്ഷാധികാരിയും മാറ്റ് ബഹ്റൈൻ മുൻ ജനറൽ സെക്രട്ടറിയുമായ റഫീഖ് അബ്ദുള്ള നിർവഹിച്ചു. നമ്മളിൽ നിന്നുള്ള കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് മാർക്ക് വാങ്ങിയ കുട്ടികളെ ആദരിക്കുക എന്നുള്ള ഒരു ചടങ്ങ് നടക്കുന്നത് കൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യമുണ്ട്. നമ്മൾ ഈദിൻ്റെ ഈ ദിവസം 2ാം ദിവസമായ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് പ്രധാനമായും ആ ഒരു ചടങ്ങിന് കൂടിയാണ്. അത് ആ കുട്ടികളോട് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു നല്ല കർമ്മമാണ്. കാരണം അവരെ പ്രോത്സാഹിപ്പിക്കേണ്ടത്. ഒപ്പം തന്നെ ചെയ്യുന്ന മറ്റൊരു കാര്യം തന്നെ മദ്രസകളിൽ നിന്നും നല്ല മാർക്ക് വാങ്ങി പാസ്സായിട്ടുള്ള കുട്ടികളെ കൂടി ആദരിക്കുന്നു. അതാരും ചെയ്യാത്തൊരു കാര്യം കൂടിയാണ്. അപ്പം അതുകൂടെ ചെയ്യുന്ന ഈ ഒരു പ്രവൃത്തി, ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കുവാനും ഇതിൻ്റെ ഉദ്ഘാടകനാകാൻ ഒരു ക്ഷണം. നമ്മൾ വളരെ കുറേ ഗസ്റ്റുകളൊക്കെ ക്ഷണിച്ചിരുന്നു. പക്ഷെ പലർക്കും പല പരിപാടികളൊക്കെ ഉള്ളതുകൊണ്ടാണ് പങ്കെടുക്കാൻ കഴിയാതെ വന്നത്. മാറ്റിന്റെ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 21 വർഷത്തെ പ്രവർത്തന പരിചയം കൊണ്ട് ബഹ്റൈനിൽ പ്രവർത്തിച്ചു വരികയാണ്. പല രീതിയിലുമുള്ള മറ്റു സംഘടനകളെ പോലെ തന്നെ പ്രവർത്തിച്ച് കാരുണ്യ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിന്നുകൊണ്ട് ഇതുവരെയും ഇവിടെ വരെയും എത്തിയിട്ടുണ്ട്. നേരത്തെ സെക്രട്ടറി സൂചിപ്പിച്ചതുപോലുള്ള കൾച്ചറൽ പരിപാടികളിലൂടെയും കാരുണ്യ പ്രവർത്തനങ്ങളിലൂടെയും കൂടിയിട്ടാണ് ഈ മാറ്റ് എന്ന കൂട്ടായ്മ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ വർഷവും സംഘടന നടത്തിവരാറുള്ള SSLCക്കും +2വിനും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ മാറ്റ് ബഹ്റൈൻ സീനിയർ അംഗം സിയാദ് കൊടുങ്ങല്ലൂർ, ഹിലർ വലിയകത്ത്, ബഹ്റൈനിലെ സാമൂഹിക പ്രവർത്തകരായ ഹക്കീം പാലക്കാട്, ജവാദ് പാഷ, സാനി പോൾ, KMCC സംസ്ഥാന സെക്രട്ടറി അഷ്റഫ് കാട്ടിൽ പീടിക, അബ്ദുൽ ഖാദർ ചേലക്കര, സയ്യിദ് ഹനീഫ്, റഫീഖ് നാദാപുരം, ടീച്ചർ ജിജി മുജീബ്, ബഹ്റൈനിലെ പ്രശസ്ത നർത്തകിയും നൃത്ത അധ്യാപികയുമായ ഷീന ചന്ദ്രദാസ് എന്നിവർ മെമന്റോ നൽകി ആദരിച്ചു. വൈകിട്ട് 6:30 മുതൽ ആരംഭിച്ച പരിപാടിയിൽ ഒപ്പനകൾ, വെൽക്കം ഡാൻസ്, കോൽക്കളി, സൂഫി ഡാൻസ്, അറബിക് ഡാൻസ്, വയലിൻ, ചെറിയ കുട്ടികൾ അവതരിപ്പിച്ച സിനിമാറ്റിക് ഡാൻസുകൾ, മാപ്പിളപ്പാട്ട്, നാടൻ പാട്ടുകൾ എന്നിവ അരങ്ങേറി. എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഷഹീൻ കച്ചേരി, യൂസഫ് ചാവക്കാട്, മെമ്പർഷിപ്പ് സെക്രട്ടറി ഷാജഹാൻ മാള, ഹുസൈൻ വലിയകത്ത്, റാഫി മന്തുരുത്തി, വളണ്ടിയർ ലീഡർ മനാഫ് അഴിക്കോട്, പ്രോഗ്രാം കോർഡിനേറ്റർ സാദിഖ് തളിക്കുളം എന്നിവർ നേതൃത്വം നൽകി. മാറ്റ് ബഹ്റൈൻ ജനറൽ സെക്രട്ടറി അലി കേച്ചരി സ്വാഗതവും പ്രോഗ്രാം കൺവീനർ സലീം ഇബ്രാഹിം നന്ദിയും രേഖപ്പെടുത്തി. മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ 20ാം വാർഷികം ആഘോഷിച്ചു. മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ സ്റ്റാർ വിഷൻ ബാനറിൽ ഇന്ത്യൻ ക്ലബിൽ 20ാം വാർഷികം ആഘോഷിച്ചു. ഷിഫ അൽ ജസീറ CEO ഹബീബ് റഹ്മാൻ പ്രോഗ്രാം കമ്മിറ്റി മുഖ്യ രക്ഷാധികാരിയായിരുന്ന 20ാം വാർഷികാഘോഷം ബഹ്റൈൻ പാർലമെന്റ് അംഗം ഹസൻ സയ്യിദ് ബുഖാമസ് ഉദ്ഘാടനം ചെയ്തു. വാട്സപ്പും സോഷ്യൽ മീഡിയയും തീരെ ഇല്ലാതിരുന്ന കാലഘട്ടം മുതൽ
മൊബൈൽ ഫോൺ പോലും വ്യാപകമല്ലാതിരുന്ന കാലത്ത് നിരവധി ജീവകാരുണ്യ സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി 20 വർഷം പിന്നിടുമ്പോൾ നടത്തിയ ആഘോഷ പരിപാടികൾക്ക് സാക്ഷ്യം വഹിക്കാൻ നിരവധി സാമൂഹിക സാംസ്കാരിക സംഘടനാ നേതാക്കളും പ്രവാസികളും ബഹ്റൈനിലെ നാനാ ദിക്കുകളിൽ നിന്നും എത്തിയിരുന്നു. സീറ്റ് കിട്ടാതെ നിരവധി കുടുംബാംഗങ്ങൾ തിരിച്ചു പോകേണ്ടി വന്നതിൽ സംഘാടകർ ക്ഷമ ചോദിച്ചു. രക്ഷാധികാരി നാസർ മഞ്ചേരിയുടെ നേതൃത്വത്തിൽ അരങ്ങേറിയ പരിപാടിയിൽ പ്രസിഡന്റ് ചെമ്പൻ ജലാൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി പ്രവീൺ മേൽപ്പത്തൂർ സ്വാഗതം പറഞ്ഞു. പ്രമുഖ യുവ ഗായകൻ പാട്ടഹോളിക് എന്ന പേരിൽ അറിയപ്പെടുന്ന മുഹമ്മദ് ഇസ്മായിലിന്റെ സംഗീത സന്ധ്യ സദസ്സിനെ ആവേശഭരിതമാക്കി. ബഹ്റൈനിലെ യുവതലമുറയുടെ മികവുറ്റ കലാപരിപാടികളും അരങ്ങേറി. +1, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ഇന്ത്യൻ സ്കൂൾ സെക്രട്ടറി രാജപണ്ഡ്യൻ, അഡ്വക്കേറ്റ് VK തോമസ്, അനീഷ് ശ്രീധർ, ബിജു ജോർജ്, ഹിലാൽ ഹോസ്പിറ്റൽ CFO സഹൽ ജമാലുദ്ദീൻ, അഡ്വക്കേറ്റ് മാധവൻ കല്ലത്ത്, ഡോക്ടർ ഫെമിൽ കൊണ്ടോട്ടി, ഷാഫി അസാസ് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. ട്രഷറർ ദിലീപ് നന്ദി പറഞ്ഞു. കേരള ഗാലക്സി ഗ്രൂപ്പ് ബഹ്റൈൻ അനുശോചനം അർപ്പിച്ചു. ഹൈദരാബാദ് വിമാനാപകടത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് കേരള ഗാലക്സി ഗ്രൂപ്പ് ബഹ്റൈൻ ആദരാഞ്ജലികൾ അർപ്പിച്ചു. ഇനിയൊരു ഇടവേള. BMC ന്യൂസ് ലൈവിലേക്ക് വീണ്ടും സ്വാഗതം. കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറം പ്രശസ്ത എഴുത്തുകാരൻ P. ഹരീന്ദ്രനാഥിനെ ആദരിക്കുന്നു. മഹാത്മാഗാന്ധി കാലവും കർമ്മപഥവും എന്ന പ്രസിദ്ധമായ പുസ്തകത്തിന്റെ പ്രശസ്തനായ രചയിതാവ് P. ഹരീന്ദ്രനാഥ് ഇന്ന് രാത്രി 7:30 ബഹ്റൈൻ മീഡിയ സിറ്റി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിക്കുന്ന പ്രത്യേക ചടങ്ങിൽ കോഴിക്കോട് ജില്ലാ പ്രവാസി ഫോറത്തോടൊപ്പം പങ്കെടുക്കുന്നു. അടുത്തിടെ ഏറെ പ്രശംസ നേടിയ ഈ പുസ്തകം തയ്യാറാക്കാൻ ഏതാണ്ട് 5 വർഷത്തെ കഠിനാധ്വാനവും ഗവേഷണവും വേണ്ടി വന്നത് ശ്രദ്ധയാകർഷിച്ചു. മഹാത്മാഗാന്ധിയുടെ ബാല്യകാലവും യുവത്വവും ഉൾപ്പെടുത്തി എഴുതിയ ഈ കൃതിയിലൂടെ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ പ്രാരംഭഘട്ടങ്ങൾ മനസ്സിലാക്കാൻ മികച്ച അവസരമാണ് ഈ സംഗമം. പ്രസിദ്ധനായ എഴുത്തുകാരനുമായി നേരിൽ കാണുവാനും സംവദിക്കാനും ഇതൊരു അപൂർവ അവസരമാണെന്നും ഈ ആദരണ ചടങ്ങിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായും പ്രസിഡന്റ് സുധീർ തിരുനിലത്ത് അറിയിച്ചു. BDK ബഹ്റൈൻ ലോക രക്തദാന ദിനം ആചരിച്ചു. ബ്ലഡ് ഡോണേഴ്സ് കേരള ബഹ്റൈൻ ചാപ്റ്റർ സംഘടിപ്പിച്ച ലോക രക്തദാന ദിനാചരണം പ്രശസ്ത ചരിത്ര ഗ്രന്ഥ രചയിതാവ് P. ഹരീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ICRF ചെയർമാൻ അഡ്വക്കേറ്റ് VK തോമസ്, BDK ബഹ്റൈൻ പേട്രൺ ഡോക്ടർ PV ചെറിയാൻ, കിംസ് ഹോസ്പിറ്റൽ ബഹ്റൈൻ സെയിൽസ് മാനേജർ പ്യാരിലാൽ, മിഡിൽ ഈസ്റ്റ് ഹോസ്പിറ്റൽ ആയുർവേദ ഡോക്ടർ അതുല്യ ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു. BDKയുമായി ചേർന്ന് രക്തദാന ക്യാമ്പുകൾ സംഘടിപ്പിച്ച 19 സംഘടനകളെ ചടങ്ങിൽ ആദരിച്ചു. സൽമാനിയ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ബ്ലഡ് ബാങ്കിലെ ഷിഹാബുദ്ദീൻ ബ്ലഡ് ഡൊണേഷൻ സംബന്ധിച്ചുള്ള ബോധവൽക്കരണ ക്ലാസ് നൽകി. BDK ബഹ്റൈൻ ചാപ്റ്റർ പ്രസിഡന്റ് റോജി ജോണിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ ജനറൽ സെക്രട്ടറി ജിബിൻ ജോയ് സ്വാഗതവും അസിസ്റ്റന്റ് ട്രഷറർ രേഷ്മ ഗിരീഷ് നന്ദിയും രേഖപ്പെടുത്തി. നാട്ടിലേക്ക് യാത്ര തിരിക്കുന്ന BDK ആദ്യകാല പ്രവർത്തകൻ രഞ്ജു രാജിന് ചടങ്ങിൽ യാത്രയായി നൽകി. BDK ബഹ്റൈൻ ചാപ്റ്റർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പരിപാടിക്ക് നേതൃത്വം നൽകി.
ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് ബീറ്റ് ദ ഹിറ്റ് ഇനിഷ്യേറ്റീവ് സാധാരണക്കാരായ പ്രവാസികൾക്ക് ആശ്വാസമാകുന്നു. ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് നടത്തിവരുന്ന ബീറ്റ് ദ ഹിറ്റ് ഇനിഷ്യേറ്റീവ് സാധാരണക്കാരായ പ്രവാസികൾക്ക് ആശ്വാസത്തിന്റെ തലോടൽ ആവുകയാണ്. കഴിഞ്ഞ ദിവസം ബഹ്റൈനിലെ ട്യൂബ്ലി പ്രദേശത്തെ താമസ സ്ഥലത്ത് 75 താഴ്ന്ന വരുമാനക്കാരായ സ്ത്രീകൾക്ക് ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് ഭക്ഷണ പാക്കറ്റുകൾ, ജ്യൂസ്, വാട്ടർ ബോട്ടിലുകൾ, മധുരപലഹാരങ്ങൾ എന്നിവ വിതരണം ചെയ്തു. ബീറ്റ് ദ ഹിറ്റ് ഇനിഷ്യേറ്റീവ് എന്ന പേരിൽ ഈദ് അൽ അവധിക്കാലത്ത് ആരംഭിച്ച ബീറ്റ് ദ ഹിറ്റ് സംരംഭം ഇതുവരെ 650-ലധികം ഭക്ഷണ പാക്കറ്റുകൾ വിതരണം ചെയ്തു. വേനൽക്കാലം അവസാനം വരെ ഈ സംരംഭം തുടരുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് പ്രതിനിധികളായ സയ്യിദ് ഹനീഫ്, ഷഫീഖ് മലപ്പുറം, ആയിഷ നിഹാര, പ്രിയ നിഷ എന്നിവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. BMC ന്യൂസ് ലൈവിൽ ഇനിയൊരു ഇടവേള. This July and August, let your child shine with creativity, confidence, and a whole lot of fun. iMac Cochin Kalabhavan is back with Summer Class 2025, a perfect mix of learning and enjoyment. From cinematic dance, classical dance, vocal music, instrumental music, to art and craft, drawing and painting, and martial arts, we have got something for every young talent. That's not all. We have lined up fun activities like field trips, movie time, yoga, games, thrilling competitions, and much more to keep the excitement going. Worried about transport? We've got it covered. And for the grand finale, every child's performances will be live streamed on BMC Global Live. And guess what? All this at an affordable fee so that every child gets a chance. Admissions are open now, and here's the best part. First 50 admissions get the registration fee for free. So hurry up, call the number shown on the screen now to give your child a summer full of joy, creativity, and new friendships. മറ്റു വാർത്തകളിലേക്ക്. നീറ്റ് UG ഫലം പ്രഖ്യാപിച്ചു. മെയ് 4 നടന്ന നീറ്റ് UG 2025 പരീക്ഷാഫലം NTA പ്രസിദ്ധീകരിച്ചു. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ net.nta.nic.in ഫലം ലഭ്യമാണ്. ഈ വർഷം മെയ് 4 നീറ്റ് UG 2025 പരീക്ഷ നടന്നത്. രാജ്യത്തുടനീളമുള്ള MBBS BDS പ്രോഗ്രാമുകളിലെ സീറ്റുകൾക്കായി ലക്ഷക്കണക്കിന് മെഡിക്കൽ വിദ്യാർത്ഥികളാണ് മത്സരിച്ചത്. 22.7 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി. രാജസ്ഥാൻ സ്വദേശി മഹേഷ് കുമാറാണ് ഒന്നാമത്. 109ാം റാങ്ക് നേടിയ കോഴിക്കോട് സ്വദേശിനി ദീപ്നിയെയാണ് കേരളത്തിൽ ഒന്നാമത്. വിമാന ദുരന്തം മരിച്ച എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്ക് ടാറ്റ 1 കോടി രൂപ നൽകും. വിമാന ദുരന്തത്തിൽ മരിച്ച എല്ലാവരുടെയും കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്ന് അറിയിച്ച് ടാറ്റ ഗ്രൂപ്പ്. അപകടത്തിൽപ്പെട്ട വിമാനയാത്രക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് പുറമെ വിമാനം തകർന്നു വീണ പരിസരത്ത് വെച്ച് മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്കും നഷ്ടപരിഹാരം നൽകും. 1 കോടി രൂപയാണ് നഷ്ടപരിഹാരം. വിമാനയാത്രക്കാർ അല്ലാത്ത 33 പേരുടെ മരണമാണ് നിലവിൽ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകുമെന്നും അപകടത്തിൽ പരിക്കേറ്റവരുടെ ചികിത്സാ ചെലവുകൾ വഹിക്കുമെന്നും ടാറ്റ ഗ്രൂപ്പ് അറിയിച്ചു. വിമാനം ഇടിച്ചു തകർന്ന മെഡിക്കൽ കോളേജിന് കെട്ടിടം നിർമ്മിച്ച് നൽകുമെന്നും കമ്പനി വ്യക്തമാക്കി. വിമാനത്തിലുണ്ടായിരുന്ന 242 പേരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത്. 2 പതിറ്റാണ്ടിനിടെ രാജ്യം സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ വിമാനാപകടമാണ് അഹമ്മദാബാദിൽ സംഭവിച്ചത്. വ്യാഴാഴ്ച വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന മിനിറ്റുകൾക്കുള്ളിൽ 15 കിലോമീറ്റർ അകലെ ജനവാസ കേന്ദ്രത്തിലാണ് എയർ ഇന്ത്യ വിമാനം തകർന്നു വീണത്. മേഘാനി നഗറിലെ മെഡിക്കൽ കോളേജ് ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് വിമാനം ഇടിച്ചിറങ്ങിയത്. മരിച്ചവരിൽ ഹോസ്റ്റലിലുണ്ടായിരുന്ന 10 മെഡിക്കൽ വിദ്യാർത്ഥികളും സമീപവാസികളും ഉൾപ്പെടുന്നു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.